വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ വഴിവിട്ട സഹായം നൽകിയ സംഭവത്തിൽ ജയിൽ ഡിഐജി അജയ് കുമാർ, കാക്കനാട് ജില്ലാ ജയിൽ സൂപ്രണ്ട് എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു. ഡെപ്യൂട്ടി സൂപ്രണ്ടിന്റെ പരാതിയിലാണ് ഈ കേസ്. നിലവിൽ ഇരുവരും സസ്പെൻഷനിലാണ്. എഫ്ഐആറിന്റെ പകർപ്പ് 24 ലഭിച്ചിരിക്കുന്നത്. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്യാം, നേരത്തെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തിരുന്നു. പക്ഷേ അവിടെ കൊണ്ടും നടപടികൾ തീരുന്നില്ല എന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ അതൊരു പോലീസ് കേസായിട്ടുണ്ട്. എഫ്ഐആറിൽ എന്തൊക്കെ പറയുന്നു? പ്രജിൻ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജയിൽ DIG ആയിരുന്ന ഒരാൾക്കെതിരെയും ജയിൽ സൂപ്രണ്ടായിരുന്ന വ്യക്തിക്കെതിരെയും ഉൾപ്പെടെ 8 പ്രതികൾക്കെതിരായിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനധികൃതമായ ആളുകളെ ജയിലിനുള്ളിൽ കടത്തുകയും 2ാം പ്രതിയായ കാക്കനാട് ജില്ലാ ജയിൽ സൂപ്രണ്ടായിരുന്ന ആളുടെ ഓഫീസിൽ വെച്ച്, രാജു അബ്രഹാം എന്ന് പറയുന്ന ജയിൽ സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ വെച്ച് പ്രതിക്ക് പുറത്തുനിന്ന് വന്ന 6 പേരുമായി കാണാൻ അവസരമുണ്ടാക്കുകയും പണം കൈമാറുകയും ചെയ്തു എന്നുള്ളതാണ് പരാതി. ജയിൽ അധികൃതർ തന്നെയാണ് ഇൻഫോ പാർക്ക് പോലീസിൽ പരാതി നൽകിയിരുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ 2 സ്ത്രീകളടക്കം 8 പേരെ പ്രതികളാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്. കേരള പ്രിസൺസ് ആൻഡ് കറക്ഷൻ സർവീസ് മാനേജ്മെന്റ് ആക്ട് അതിലെ 86(1) എന്ന വകുപ്പാണ് പ്രതികൾക്കെതിരായിട്ട് പോലീസ് ചുമത്തിയിരിക്കുന്നത്, ഇൻഫോ പാർക്ക് പോലീസ് ചുമത്തിയിരിക്കുന്നത്. ഇതിൽ പ്രതികളുടെ അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അതിൽ 1ഉം 2ഉം പ്രതികൾ മധ്യമേഖല ജയിൽ DIG ആയിരുന്ന അജയ് കുമാർ, 2ാം പ്രതി രാജു അബ്രഹാം എന്നിവരും കണ്ടാൽ അറിയാവുന്ന 4 പുരുഷന്മാരും 2 സ്ത്രീകളുമെന്നാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂർ റിമാൻഡ് തടവുകാരനായി ജയിലിൽ കഴിയവേ അനധികൃതമായി ജയിലിൽ എത്തിയ ആളുകൾക്ക് കാണാനും പണം കൈമാറാനും അവസരം ഉണ്ടാക്കി എന്നുള്ളതാണ് എഫ്ഐആറിൽ ആരോപിച്ചിരിക്കുന്ന കുറ്റം. ഏതായാലും നിലവിൽ സസ്പെൻഷനിൽ കഴിയുന്ന ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകേണ്ട ഒരു കേസായാണ് ഇപ്പോൾ ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വ്യക്തമാണ് ശ്യാം. എന്നാൽ നേരത്തെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയതാണ്, എത്ര ഉന്നതനായാലും എത്ര സ്വാധീനമുള്ള വ്യക്തിയാണെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് കൃത്യമായ ആക്ഷൻ എടുക്കും. ആ രീതിയിൽ ഇപ്പോൾ DIG റാങ്കിലുള്ള ഒരാൾക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. തുടർ നടപടികൾ പിന്നാലെ ഉണ്ടാകും. ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.